കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് എന്ന ഗുണ്ടയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. ഇന്നലെ രാത്രി 2:30-ക്കാണ് ഈ സംഭവം. കരുനാഗപ്പള്ളി തച്ചയിൽ മുക്കിലാണ് ജിം സന്തോഷ് താമസിക്കുന്നത്. സന്തോഷിൻ്റെ വീട്ടിലെ ഇന്നലെ രാത്രി 2:30-ക്ക് ബോംബ് എറിഞ്ഞു. അതിനുശേഷം തൂമ്പ കൊണ്ട് മുൻവശത്തെ വാതിൽ വെട്ടിപ്പൊളിച്ചു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുറിയാണത്. ആ മുറിക്കകത്തു നിന്നും അതിൻ്റെ പിന്നിലെ മുറിയിലാണ് ജിം സന്തോഷ് എന്ന മകൻ കിടക്കുന്നത്. അങ്ങോട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറി കഴിഞ്ഞപ്പം അമ്മ ഓമന കാലു പിടിച്ച് പറഞ്ഞു എൻ്റെ മകനെ കൊല്ലരുത് എന്ന്. അത് വകവെക്കാതെ അവർ 4 പേര് ആദ്യം സന്തോഷിൻ്റെ കാല് വലിയൊരു ചുറ്റിക കൊണ്ടുവന്നു. അവർ കാലിന് പല രീതിയിലുള്ള ഹേമതെണ്ണ വേപ്പിക്കത്തക്ക രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞു. അത് മാത്രമല്ല, പിന്നീട് അവർ കൈ വെട്ടി, ആദ്യത്തെ വെട്ട് ആ തോളിൽ വെട്ടി കൈ അറ്റുകളയാൻ ഉള്ള ശ്രമമായിരുന്നു. അവിടെ വെട്ടി, കൈക്ക് പല സ്ഥലങ്ങളിലും വെട്ടി. പിന്നീട് അത് കഴിഞ്ഞ് അവർ വേറെ ചില വീമ്പിളക്കൊക്കെ ഉണ്ടായി. അവർ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇവനെ കൊല്ലാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പോലീസിനെ അറിയിക്കാൻ പറഞ്ഞു. വെട്ടാൻ പോവുകയാണ്, കൊല്ലാൻ പോവുകയാണ്, നിങ്ങൾ പോലീസിനെ അങ്ങ് അറിയിച്ചോളാൻ. പോലീസിനെ അത്ര പേടി ഉണ്ട് എന്നിപ്പം മനസ്സിലായല്ലോ. അങ്ങനെ പോലീസിനെ അറിയിച്ചാലും പോലീസ് വന്നാലും ഞങ്ങൾ വെട്ടിക്കൊല്ലാനുള്ളവരെ വെട്ടിക്കൊല്ലൂ എന്നാണ് ആ ധ്വനി. ഇത് ഗുണ്ടാ പകയാണ് എന്ന് കരുതുന്നു. കാരണം ഇതിന് ശേഷം വവ്വാക്കാലിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വെട്ട് നടന്നു. 2024 നവംബർ 11 പങ്കജ് എന്ന ഒരാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ജിം സന്തോഷ് ശ്രമിച്ചു. അതിൻ്റെ ബാക്കി പത്രമാണിത്. ജിം സന്തോഷിനെ ആ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു, കരുനാഗപ്പള്ളി പോലീസ്. അതിനുശേഷം റിമാൻഡ് ചെയ്തു. 10 ദിവസം റിമാൻഡിൽ കിടന്നു. ഇപ്പോൾ റിമാൻഡിൽ നിന്ന് ജാമ്യം ലഭിച്ചു. വീട്ടിൽ വന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. വീട്ടിലുണ്ട് എന്ന് ഗുണ്ടകൾക്ക് മനസ്സിലായി. ഗുണ്ടകൾ 4 പേര് പടക്കമെറിഞ്ഞ് വീട്ടിനകത്ത് കയറി. പരിക്കേറ്റ ഇയാളെ ചത്തു അല്ലെങ്കിൽ കൊന്നു എന്ന് കണക്കാക്കി അവർ പിരിഞ്ഞുപോയി. അവർ വന്ന ഒരു വെള്ള കാറിലാണ്. ആ കാറിനകത്ത് തന്നെ അവർ മടങ്ങിപ്പോയി. ഈ സമയത്ത് ജിം സന്തോഷ് തൻ്റെ ഒരു സുഹൃത്തിനെ ഫോണിൽ കൂടെ വിളിച്ചു. താനിങ്ങനെ വെട്ടേറ്റ് കിടക്കുകയാണ്, ആശുപത്രിയിൽ എത്തിക്കണം, അത്രയും പറഞ്ഞു സുഹൃത്തിൻ്റെ അടുത്ത്. സുഹൃത്ത് ഈ ഗുണ്ടകൾ പോയ ശേഷം അവിടെ വന്നു. ഇയാളെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് കാർ വിളിച്ച് കൊണ്ടുപോയി. പക്ഷേ രക്തം വാർന്ന് തോളിലുള്ള ആ കൈ വെട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോഴും കയ്യിലുള്ള വെട്ടും അതുപോലെ കാലിലുള്ള ഗുരുതരമായ പരിക്കും കാരണം രക്തം വാർന്നു പോയി. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം ആൾ മരിച്ചിരിക്കുന്നു. ഇത് ഒരു ഗുണ്ടയുടെ പകപോക്കലാണ്. ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. വാളെടുക്കുന്നവൻ തീർച്ചയായിട്ടും വാളിൽ അവസാനിക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ഗുണ്ടകൾ തമ്മിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന തരം സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ഗുണ്ടകൾ കൃത്യമായിട്ട് വീടിനകത്ത് കയറി അയാളെ അകത്ത് സുരക്ഷിതമാണ് എന്ന് കരുതി വാതിലടച്ചിരുന്നവരെ തൂമ്പ കൊണ്ട് മുൻവശം വാതിൽ വെട്ടിപ്പൊളിച്ച് കയറുകയാണ്. അമ്മ കാല് പിടിച്ച് പറഞ്ഞെങ്കിലും വകവെക്കാതെ വേണേ പോലീസിനെ വിളിച്ചറിയിച്ചോ, ഇപ്പം ഞങ്ങൾ വെട്ടിക്കൊല്ലാൻ വന്നിരിക്കുകയാണ് എന്നൊരു ഭീഷണി കൂടെ മുഴക്കി. ഈ സംഭവത്തിന് ശേഷം വെള്ളക്കാറിൽ ഇവർ പോയി. അവർ കരുനാഗപ്പള്ളി വിട്ടു. അടുത്ത സ്ഥലം അവർ വവ്വാക്കാവിൽ ചെന്നെന്നാണ് മനസ്സിലാകുന്നത്. വവ്വാക്കാവിലെ അവിടെ ഇയാളുടെ സുഹൃത്തായിരിക്കണം, ഇയാളുമായിട്ട് പങ്കുള്ളവനായിരിക്കണം. ഏതായാലും വവ്വാക്കാവിൽ അനീർ എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കയറി വെട്ടി കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഗുരുതരമായ ബൈക്കേറ്റ് അയാളെ ഇപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെയുണ്ട്. കരുനാഗപ്പള്ളി സന്തോഷിൻ്റെ ആ കൊലപാതകം രാത്രി 2:30-ക്കാണ് നടത്തിയെങ്കിലും അതിന് തൊട്ട് മുമ്പ് അവർ വന്നിട്ട് അവരെ ബോംബെറിഞ്ഞു വീട്ടിലേക്ക്. അതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു എയറാണ്.
അതിനൊപ്പം തന്നെ ബോംബെറിഞ്ഞ് അവർക്കൊരു ഭീതി ഉണ്ടാക്കി. വീടിനകത്ത് സുരക്ഷിതമെന്ന് കരുതിയെങ്കിലും അത് തൂമ്പ കൊണ്ട് വീടിൻ്റെ മുൻവശം വാതിൽ വെട്ടിപ്പൊളിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഒളിച്ചിരിക്കുന്നതും അത്ര സുരക്ഷിതമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ അനീറിനെ വെട്ടി. ഈ സംഭവത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വവ്വാക്കാവിലുള്ള അനീറിൻ്റെ വീട്ടിലെത്തി അനീറിനെ കൊല്ലാൻ ശ്രമിച്ചു. കൊന്നു എന്ന് കരുതി അവർ ഇട്ടിട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അനീറിപ്പം വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ ഒരു കാറിലാണ് ഈ പ്രതികൾ വന്നത്. വയനകം എന്ന സ്ഥലത്തെ കാറാണ്. അത് വവ്വാക്കാനടുത്ത് തന്നെയാണ്. കാറിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു അവർ കാർ വാടകയ്ക്ക് കൊണ്ടുപോയതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബലമായിട്ട് എടുത്തുകൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുണ്ടകളാണ്. അവർ കമ്പിയും വടിവാളൂടെ ഈ ആളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന 2 സ്ഥലത്തും അവരുപയോഗിച്ചിട്ടുണ്ട്. ചുറ്റിക, വലിയൊരു ചുറ്റികയാണ്. കാല് അത് ചപ്പി ചുറ്റി കൊണ്ട് അടിച്ച് അത് നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. വീടിനകത്ത് 4 അംഗ സംഘം വന്നെങ്കിലും കാറിൽ ഒരാളുണ്ടായിരുന്നു. എന്തായാലും കാർ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. അരമണിക്കൂറിനകം അടുത്ത ആക്രമണം നടന്നു. അയാൾ എന്തായാലും ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ കിടക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മളെ ചില കാര്യങ്ങൾ പൊതുവായി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഗുണ്ടകളുടെ ആക്രമണങ്ങളിൽ ഇപ്പം പൊതുവായി സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, അഫാൻ്റെ കേസിൽ നമ്മൾ കണ്ടു. അവിടെ ചുറ്റികയാണ് ഉപയോഗിച്ചത്. തലയുടെ പിന്നിലാണ് 5 പേർക്ക് ചുറ്റികയ്ക്ക് അടിച്ചു വീഴ്ത്തി കൊല്ലുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെയും ഗുണ്ടകൾ ഇപ്പം ചുറ്റികയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. വലിയൊരു ചുറ്റികയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ചുറ്റിക കൊണ്ടാണ് കാല് ചപ്പി ഓട്ടിച്ചു കളഞ്ഞത്. അപ്പം ചുറ്റിക അല്ലെങ്കിൽ കൂടം പോലെയുള്ള ഒരു ചെറിയ സാധനം കൊണ്ട് ഗുണ്ടകൾ ഇപ്പം നടക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ചുറ്റിക കൊണ്ട് കാല് തകർക്കുന്നത് നമ്മൾ കണ്ടെങ്കിലും ഇവിടെ അതിനുശേഷം ഇവർ വാളും കമ്പി ഉപയോഗിക്കുന്നുണ്ട്. അതുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം പൊതുവായി ഇപ്പം കേരളത്തിലെ ഒരു അഫാൻ മോഡൽ സ്വീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2 സ്ഥലത്തും അവർ ഒരേ സമയം അരമണിക്കൂറിനിടയ്ക്ക് ഇതേ ഗാങ് തന്നെ പോയി വെട്ടി. ആ അനീർ എന്ന് പറഞ്ഞ ആളും ജിം സന്തോഷും സുഹൃത്തുക്കളാണോ എന്നറിയില്ല. അതോ ഈ ഗുണ്ടകൾക്ക് അയാളോട് വേറെ വൈരാഗ്യം, വ്യത്യസ്തമായ കാര്യത്തിൽ വൈരാഗ്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെയാണോ വവ്വാക്കാർ പോയി വെട്ടിയെന്നറിയില്ല. ഏതായാലും ഇന്ന് വെട്ടാൻ ഇറങ്ങുകയാണ്. പകയുള്ളവർ നിരത്തി വെട്ടാനാണ് ആ സംഘം തീരുമാനിച്ചത്. അങ്ങനെയാണ് ജിം സന്തോഷിനെ കൊന്ന ശേഷം അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയത്. മറ്റൊരു സ്ഥലത്തൂടെ പോയി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ. അക്കമേൽ പോയ ഉടനെ സന്തോഷ് ഒരാളെ വിളിച്ചിട്ട് ആശുപത്രി പോകാൻ ശ്രമിച്ചത് ഇത്രയും ഗുരുതരമായ പരിക്കേറ്റെങ്കിലും അത്രയും രക്തം വാർന്നു പോയിട്ടും അയാൾ മൊബൈലിൽ കൂടെ സുഹൃത്തിനെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ വിളിച്ചു എന്നുള്ളതാണ്. കാരണം അതുവരെ ജീവനുണ്ടായിരുന്നു. എന്നാൽ താലൂക്ക് ആശുപത്രി ചെന്നപ്പം അയാൾ മരണപ്പെടുകയും ചെയ്തു. കേരളത്തിലെ പൊതുവെ ഈ വയലൻസ് ഇപ്പം ഗുണ്ടകൾ തമ്മിൽ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുണ്ടകളെ ഉപയോഗിച്ച് പലരും മറ്റുള്ളവരെ ആക്രമിക്കുന്നതും കണ്ടു. ഇവിടെ ഈ ജിം സന്തോഷ് എന്നുള്ള ആൾ നവംബർ 13-ാം തീയതി അയാൾ പങ്കജ് എന്ന് പറഞ്ഞ ഒരാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊല്ലാൻ. അതിൻ്റെ ബാക്കി പത്രമാണിത്. ഈ പങ്കജിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കാം ഗുണ്ടാ സംഘത്തിലുള്ളത്. എന്തായാലും 2024 ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരാൾ ഗുണ്ട ആക്രമണത്തിൽ പോയി അയാളെ കൊലപ്പെടുത്തി അയാൾ മരണമടയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സുഹൃത്തിനെ അവർ പോയി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഗുണ്ടാപ്പകയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ജിം സന്തോഷിൻ്റെ സുഹൃത്താണോ, അയാളെ സഹായിക്കാനായിട്ട് വന്നതാണോ എന്നും അറിയത്തില്ല. പോലീസ് അതൊക്കെ വിശദമായിട്ട് ഇത് പരിശോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ രാത്രി 2:30 മണിക്കും അവിടെ ഒരു പോലീസുകാരൻ പോലും ഇല്ല. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളാണ്. രാത്രിയും പകലും അതുപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും എറണാകുളത്തൊക്കെ പോകുമ്പം, കരുനാഗപ്പള്ളി വഴി പോകുമ്പം നമ്മളെല്ലാവർക്കും അറിയാം, റോഡുകളുടെ ഇരുവശങ്ങളും രാത്രി വളരെ ലേറ്റായിട്ട് കടകളുണ്ട്, റോഡ് നിറയെ ആളുകളുണ്ട്. അവിടെ ഒരു പോലീസ് പ്രസൻസ് രാത്രിയിലും കൃത്യമായിട്ടൊരു ഓഫീസറുടെ നിലവാരത്തിൽ വേണം കരുനാഗപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ.
കേരളത്തിൽ അതുപോലെ കായംകുളം, ഇങ്ങനെ പ്രത്യേകം ചില പോക്കറ്റുകളുണ്ട്. അവിടെ പോലീസിൻ്റെ പ്രസൻസ് രാത്രി കാലത്തും വേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിയിൽ അത്ര തിരക്കാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കടകളും ഫാസ്റ്റ് ഫുഡ് സർവീസുകളും, അവിടെ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. ആ സ്ഥലത്താണ് ഈ ഗുണ്ടകൾ തമ്മിൽ, അല്ലെ ഗുണ്ടയെ കൊന്നത്. ആ സ്ഥലത്താണ് പോലീസിനെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുകയാണ്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്തിക്കോളൂ, അതിനവർക്ക് ഭയമില്ല എന്നാണ്. ഏതായാലും കേരളത്തിലെ ഗുണ്ടകളെ ഒതുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ധാരാളം ഗുണ്ടകൾ സജീവമായ രംഗത്തുണ്ട്. ആ ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെട്ട പല പോലീസ് ഉദ്യോഗസ്ഥരും നടക്കുന്നത് നമുക്കറിയാം. ഏതായാലും കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷൻ കേരളത്തിലേക്ക് ഉണ്ടാകും. അങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.